ഡിയേഴ്സ്, എല്ലാവർക്കും ബോൾഡ് ആൻഡ് ബ്യൂട്ടിയിലെ ഫസ്റ്റ് ടിപ്പിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഒരു ഹെയർ മാസ്ക് ആണ് കേട്ടോ. അപ്പോൾ അലോവേരയും അതേപോലെ നമ്മുടെ ഉലുവയും കൊണ്ടാണ് ഞാനിത് തയ്യാറാക്കാൻ പോകുന്നത്. അലോവേരയെക്കുറിച്ച് നിങ്ങൾക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യത്തിനും അതേപോലെ തന്നെ തലമുടിക്കും എല്ലാം നല്ല ഗുണങ്ങൾ നൽകുന്ന ഒരു ഒന്നാണ് അലോവേര എന്ന് പറയുന്നത്. അത് വിറ്റാമിൻ ഇ ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഒന്നാണ്. അതേപോലെ തന്നെ ഞാൻ ഉലുവ എടുത്തിട്ടുണ്ട്. ഉലുവയാണെങ്കിൽ കൂടിയും ഉലുവയെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട്. എന്താണ് പറയേണ്ടത്, മിനറൽസ് എല്ലാം കൂടെ അടങ്ങിയ അതിൻ്റെ മിനറൽസിൻ്റെ ഒരു ഈറ്റിലമാണ് ഉലുവയെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വിറ്റാമിൻ എയും വിറ്റാമിൻ സിയും എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അലോവേര ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ പൾപ്പ് ഒന്ന് എടുക്കണം. പിന്നെ തലേന്നേ എടുത്ത് ഞാൻ ഊറാൻ വെച്ചിട്ടുള്ള ഉലുവയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം എടുത്തു കൊടുക്കാം കേട്ടോ. അലോവേര ഇല്ലാത്തവർ പേടിക്കേണ്ട. അലോവേര ഇല്ലാത്തവർ കഞ്ഞിവെള്ളത്തിലായാലും ഈ ഒരു ഉലുവയൊന്ന് കുതിർത്തിട്ടൊന്ന് അരച്ചെടുത്ത് തലയിൽ ഒരു 10-15 മിനിറ്റ് വയ്ക്കാം. ഇതേപോലെ പൾപ്പ് കിട്ടും. ആ പൾപ്പിനെ നമുക്ക് ഇത് ഉലുവയായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കണം. ഈ തലയുടെ ഓട്ടയിൽ നമുക്ക് ഇത് ഹെയർ ഫോൾസിനും അതേപോലെ തന്നെ നമ്മുടെ മുടിക്ക് നല്ല ഷൈൻ നൽകും. ഒരു കണ്ടീഷണർ അല്ലെങ്കിൽ ഒരു ഷാമ്പു ഇടുന്നതിൻ്റെ ഒരു എഫക്റ്റാണ് ഈ ഒരു മാസ്ക് ഇടുമ്പോൾ നമുക്ക് കിട്ടുന്നത്. നല്ലൊരു ഗ്ലോ ആണ്. ഇതേപോലെ നല്ല കുതിർന്ന് തന്നെ നമുക്ക് കിട്ടും. തലേന്ന് രാത്രിയിൽ നിങ്ങൾ ഒരു പിടി അല്ലെങ്കിൽ ഒരു 2 സ്പൂൺ എടുത്തൊന്ന് വെള്ളത്തിലിട്ടാൽ മതി. നമുക്ക് നമ്മുടെ തലയിൽ പുരട്ടാത്ത രീതിയിൽ തന്നെ ഒരു ഹെയർ മാസ്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ കിട്ടും. പിന്നെ അലോവേര ഇല്ലാത്തവർ ഞാൻ പറഞ്ഞല്ലോ, കഞ്ഞിവെള്ളമാണെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിൽ സവാള ഉണ്ടെങ്കിൽ സവാളയുടെ നീരിലും വേണമെങ്കിൽ ഈ ഒരു മാസ്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് പേസ്റ്റാക്കി എടുക്കാം. പേസ്റ്റാക്കി എടുക്കുമ്പോഴത്തേക്കിനും നല്ല ഫൈൻ പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ അത് മിക്സിയുടെ ചെറിയ ജാറാകുമ്പോൾ നല്ലതുപോലെ തന്നെ ഒരു തരിതരിപ്പൊന്നും ഇല്ലാതെ തന്നെ കിട്ടും. പിന്നെ നീർവീഴ്ച, അതായത് നീർക്കെട്ട് അങ്ങനെ വരുന്നവരുണ്ടെങ്കിൽ, കാരണം ഉലുവ നല്ല തണുപ്പാണല്ലോ, തണുപ്പ് നമ്മൾ തലയിൽ 10-15 മിനിറ്റ് വെച്ചിരിക്കുമ്പം ചിലവർക്കൊക്കെ നീർത്താഴ്ചയൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർ പെട്ടെന്നൊന്ന് ഇട്ടിട്ട് അതങ്ങ് വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞോളൂ, കുഴപ്പമില്ല. പിന്നെ ഒരിക്കലും നിങ്ങളിത് ഇട്ടിട്ട് പിന്നെ ചൂടുവെള്ളത്തിലൊന്നും കഴുകാനും നിൽക്കരുത്. അപ്പം നല്ല ഫൈൻ പേസ്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു കണ്ടെയ്നറിലാണ് സൂക്ഷിച്ച് വെക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്രയും കൂടെ എനിക്ക് തലയിൽ ഇട്ട് വെക്കാൻ പറ്റത്തില്ല. ഇതേപോലെ ഉണ്ടാക്കി വെച്ചിട്ട് ഇതേപോലെ കാറ്റൊന്നും പോകാത്ത ഒരു കണ്ടെയ്നർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് അടച്ച് സുരക്ഷിതമായിട്ട് തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 2 ദിവസമോ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള എപ്പോഴാണ് നിങ്ങളെ ടൈം അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ പിന്നെ കുറേ കുട്ടികൾക്കൊക്കെ ഉണ്ട് എണ്ണ തേക്കാനും ഒക്കെ മടിയാണ്. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് മുടിയൊക്കെ പറന്ന് ഒരു വല്ലാണ്ട് കിടക്കും, ചെമ്പിച്ചൊക്കെ കിടക്കുന്ന അങ്ങനെയുള്ള മുടിയുള്ളവർക്കൊക്കെ ഈ ഒരു മാസ്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ നമ്മുടെ താരൻ പോവുകയും നമ്മുടെ മുടിക്ക് ഷൈൻ കിട്ടുകയും അതേപോലെ ഹെയർ ഫോൾസ് കുറയ്ക്കുകയും ഡാൻഡ്രഫ് കുറയ്ക്കുകയും എല്ലാം ചെയ്യും. അപ്പോൾ ഇത് നമ്മുടെ ഈ മുടിക്ക് നല്ല ഫുൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. കറ്റാർവാഴ ഇല്ലാത്തവർ നമുക്ക് നേരത്തെ പറഞ്ഞ ഓപ്ഷനുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സവാളയുടെ നീരോ ഇല്ലെന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളമോ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഈ ടിപ്സ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യമായിട്ടാണ് വീഡിയോ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണം. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.